മിന്നിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് മിന്നി ഒരു കാര്യം പറയുന്നുണ്ട്, കേൾക്കാം. ഹേ ഗായ്സ്, ഞാൻ കുറച്ച് മുമ്പ് പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള നട്ടെല്ല് വളയ്ക്കാത്ത ഒരു പി ആർ ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾതാമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെനുവിൻ ബി പി ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു ഇന്റർവ്യൂ ഫുള്ള് കാണാതെയല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു, കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു. അവൾ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല. അവളുടെ ടീം അവളുടെ പി ആർ ടീം മാത്രം പറഞ്ഞാണ്. പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളിയിൽ വിളിച്ചവരുടെ മുമ്പിൽ, പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആൻഡ് അതിന്റെ പേര് ഈ പെൺകുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നല്ല അസൂയാണ്. തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിയതിന്റെ കുത്തിക്കിഴപ്പും അസൂയ മാത്രമാണ് ഈ പെണ്ണിന്. ഇപ്പോൾ പി ആർ ഉണ്ട് എന്ന് അവൾ പറഞ്ഞു എന്ന് തന്നെ വെക്കുക. ഒരു കൂട്ടുകാരി തന്നോട് രഹസ്യമായി തന്നോട് കാര്യം പറഞ്ഞ കാര്യം പബ്ലിക്കിൽ പറഞ്ഞു. മാത്രമല്ല ഇവള് തന്നെ എക്സ്പോസ് ചെയ്തു. ഞാൻ 16 പറഞ്ഞിട്ടില്ല, ഇവള് തന്നെ പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് പെണ്ണെ വീണിടത്ത് കിടന്ന് ഉരുളുന്നത്? മനസ്സിലാകാത്തോണ്ട് ചോദിക്കണം, നിനക്ക് എന്തിന്റെ കേടാണ്? നീ ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി അല്ലേ? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് മത്സരങ്ങളിൽ കണ്ടു നോക്കണം. അവർ റണ്ണറപ്പറായി 3 പേരെ നിർത്തിയിട്ടുണ്ടാകും. ഒരു ദേഷ്യവും ഇല്ലാതെ ഒരാൾ ജയിക്കുമ്പോൾ മറ്റേയാൾ വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര ഹാപ്പി ആയിട്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് പോകുന്നവരാണ്. വേൾഡ് വൈഡ് അവർക്കത് കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടിയാൽ കിട്ടിയവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ കഴിയുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു പക്ഷെ അവളുടെ മികവായിരിക്കും കൂടുതൽ എക്സ്പോസ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തനിക്ക് മികവില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ഡോക്ടറായ ഈ പെണ്ണ് ഇത് ചെയ്യുന്നത് കാണും. സത്യത്തിൽ എന്താ പറയുക, പിന്നെ തലയിൽ ആൾ താമസില്ലാത്ത, തലച്ചോറില്ലാത്ത, ബുദ്ധിയില്ല, ഇതൊക്കെ ആരെയാണ് നീ പറയുന്നേ? ഇതൊക്കെ സ്വയം തന്നെ പറയുന്നതാണ് നല്ലത്. ഇത്രത്തോളം ബുദ്ധിയില്ലാത്തൊരു നാശമാണോ? നീ ചെയ്ത ചെയ്തെന്താണ് നിനക്ക് ഓർമ്മയുണ്ടോ? നൂറ നിനക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗാഡ്ജറ്റ് തന്നു. അത് തിരിച്ച് നിനക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ നീ തിരിച്ചു കൊടുത്തോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണ്ടും കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും, അവൻ കമന്റ് ഇടും, അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസും വരും. അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ: പി ആർ വന്നു അല്ലേ, പി ആർ ടീം വന്നു അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത്. ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം. പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന് ഊഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ? പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് ഉള്ളതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാറില്ലേ. പൈസ എന്തെങ്കിലും പണിയെടുക്കാൻ ആൾക്കാരുണ്ട്. ഒരുപാട് നന്ദി ഉണ്ടാകും ഇതുപോലെ കോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന് നമ്മളെല്ലാവരും ഇതുപോലെ കരിവാരി തേക്കുന്നതിന്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂവി ഇതായിരിക്കും, ബിന്നിയുടെ പി ആർ ആണ് ഞാൻ, ബിന്നിയുടെ പി ആർ ആണ് എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട്. നാണം കെട്ട ജീവിതം തന്നെ. വിനു വന്ന് കമന്റ് ഇട്ട കാര്യമാണ് പുള്ളിക്കാരത്തി പറയണത്. അതായത് മറ്റേ പി ആർ വന്ന് കമന്റ് ഇട്ട കാര്യമാണ് പറയണത്. അതായത് ഇവളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ വിനു ആൻഡ് ടീം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ആ പരാതിയാണ് പുള്ളിക്കാരത്തിയോട് അവതരിപ്പിക്കുന്നത്. ഈ സൈബർ ബുള്ളിങ്ങിനും ബിന്നിയെ റിപ്പോർട്ട് അടിക്കാനും ഒക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് വാട്സപ്പിൽ കൂടെയുള്ള ചാറ്റ് ഹിസ്റ്ററി പുറത്തു വിട്ടിരിക്കുന്നത്. അതിനകത്ത് കയറിയിട്ടുണ്ടാവും ചാരൻ. എന്നിട്ട് അതിൽ നിന്ന് സ്പൈ വർക്ക് നടത്തി ഇവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പോഴും പറയണ അനുമോളുടെ കേസാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കുന്നതാണ്. ഇവരുടെ ഈ വിഷയം ടോപ്പിക്കിന് റിലേറ്റഡ് അല്ലേ ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ബിന്നിയെടുത്ത് എൻ്റെ ഒരു ചോദ്യമാണ്. ബിന്നി അന്ന് അവിടെ എന്നുണ്ട് ഈ 16 ലക്ഷം എന്ന് പറയുമ്പം അനുമോള് ഡീഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമല്ലേ അത്? അനുമോൾക്ക് അതിൽ നഷ്ടമൊന്നുമില്ലേ? നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. കോ കണ്ടസ്റ്റന്റിനെ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ ഇട്ട് കൊടുത്തത് അനുമോളെയല്ലേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അനുമോളെ എടുത്തു കൊടുക്കത്തില്ല. ഇപ്പോഴും ആ പെൺകുട്ടിയെ പി ആർ എന്ന് പറഞ്ഞ് സർവത്ര പേരിട്ട് കളിയാക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് ബിന്നിയുടെ അഭിപ്രായം? ഇപ്പോൾ പോലും അനുമോളുടെ പേരെടുത്ത് വിനുവിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് വളരെ വൾഗറായി പറയുമ്പോൾ എന്താണ് അപ്പോഴെന്താണ്? അനുമോൾക്ക് എന്താ ഫീലിങ്സ് ഒന്നും പാടില്ല എന്നാണോ? ഇനി ഇവർ വാട്സപ്പ് കൂട്ടായ്മ കൂടെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ശരി, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? അതെ, നിങ്ങൾ കണ്ടോളൂ, തലച്ചോറിൽ ഇതുള്ളൊരു കണ്ടോളൂ. ഇപ്പോൾ എല്ലാവരും എടുക്കണം, വീണ്ടും അനുമോളെ കുറേ വഴക്ക് പറയണം, അനുമോളെ മോശപ്പെടുത്തണം. അത് നിന്റെ മനസ്സിലില്ലേ? ഈ കീടം നിന്റെ മനസ്സിൽ വെച്ചിട്ടാണോ നീ അനുമോളെ ടാർഗറ്റ് ചെയ്യണേ? ആ കമൻസിൽ എവിടെയെങ്കിലും അനുമോളുണ്ടോ? വിനു അല്ലേ അത് ചെയ്തിട്ടുള്ളത്? വിനു പി ആർ അല്ലേ? അയാളെ കളിയാക്കി ഇൻസൾട്ട് ചെയ്താൽ അയാൾ റിട്ടേൺ ചെയ്യും. ഇപ്പം നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതല്ലേ അവിടുന്ന് റിട്ടേൺ വരുള്ളൂ. നീ ലോകം കണ്ട പെണ്ണല്ലേ, ചൈനയിലൊക്കെ പോയി പഠിച്ച പെണ്ണല്ലേ, നിനക്ക് അത്ര ബോധമില്ലേ?
നീ ചെയ്യുന്നത് ശരിയാണോ? നിനക്ക് ചെയ്യാം, അവർ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഏതായാലും ഇതിനൊരു മറുപടി നമ്മുടെ പിന്നെ കൊടുത്തിട്ടുണ്ട് അനു. എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അസൂയക്ക് പുഷ്പന് മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ? ഇത് കൂടെ ഉള്ളവരാണെന്ന് അവിടെ ഒരു അമ്മ എന്ന് വിളിച്ചു പറയുന്ന കേട്ടാ. അപ്പോൾ അവർക്ക് മനസ്സിലായെങ്കിൽ, നാട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ ബിന്നി ഇനി പൊത്തിയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. കരയണ എന്തിനാ, സങ്കടപ്പെടുന്ന എന്തിനാ? ഒരു ഷോ അല്ലേ. നിനക്ക് ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം കിട്ടിയില്ലേ? നിന്റെ കെട്ടിയവനെയും കെട്ടിപ്പിടിച്ച് അതിനകത്ത് കിടക്കാൻ പറ്റിയില്ലേ? അതൊരു ഭയങ്കര സൗഭാഗ്യമല്ലേ. ഒരാളെ കുതികാല് വെട്ടിയിട്ടാണെങ്കിൽ നിനക്ക് ആ സൗഭാഗ്യം കിട്ടിയില്ലേ? മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നീ എപ്പിസോഡ് ഒന്നും കൂടെ പോയിരുന്ന് കാണുവച്ചേ, അപ്പം നിനക്ക് മനസ്സിലാവും എന്തോരം കുത്തിത്തിരിപ്പാണ് നീ അതിനകത്ത് നടത്തിയെന്ന്. നീ കുത്തിത്തിരിപ്പാണ്, മഹാ കുത്തിത്തിരിപ്പാണ് അതിനകത്ത് നീ നടത്തിയിട്ടുള്ളത്. ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് കണ്ടിട്ട് ആരും മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. ഇതിന് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ എന്ത് അനുഭവം ഉണ്ടായിരുന്നു നീ കണ്ടില്ലായിരുന്നോ? മോശം കാണിച്ചാൽ മോശം തന്നെ പറയും. എത്രയോ കാലം എടുക്കും അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ. അത്രയും പ്രോബ്ലമാണ്. അതൊരു ഈസി ഗോ അല്ല. ആ ഒരു ഷോയിലേക്ക് പോകാൻ പലരും മടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അതാണ്. ചെന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും നീണ്ടു നിൽക്കും, പോസിറ്റീവ് ആണെങ്കിലും നീണ്ടു നിൽക്കും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം അതിനകത്ത് പോവുക എന്നുള്ളതാണ്. നിനക്ക് മാത്രം എന്താ വേറെ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അനുമോളെ നീ ഇട്ട് കൊടുക്കുമ്പോഴും നിന്റെ കൂടെ ഉള്ളവർ ഇട്ട് കൊടുക്കുമ്പോഴും അനുമോൾക്കൊരു ലൈഫില്ലേ ഔട്ട്സൈഡ്? അനുമോൾ എന്താ എല്ലാം അനുഭവിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവൾക്കൊന്നും ഫീലിംഗ് ഇല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഏത് നേരം നോക്കിയാലും അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീ പറയണം. അവിടെ വേറെ എത്രയോ പേരുണ്ടായിരുന്നു. ഷാനവാസിന് PR ഉണ്ടായിരുന്നോ? അനീഷിന് PR ഉണ്ടായിരുന്നോ? അക്ബറിന് PR ഉണ്ടെന്ന് തെളിവുൾപ്പെടെ വന്നില്ല. നീ എന്താ അത് പറയാത്ത? അക്ബർ അല്ലേ 5 വരെ പോയത്? 5 വരെ പോയ അക്ബറിനെതിരെ നിന്റെ നാക്കെന്താ പൊങ്ങാത്ത? നീ എന്താ അനുമോളെ പറയണം? നീ ഒരു പെണ്ണ്, അവൾ ഒരു പെണ്ണ്. ഒരു പെൺകുട്ടി കപ്പ് തൂക്കിയത് നോക്കി നിനക്ക് സന്തോഷിക്കാൻ തോന്നില്ല? അത്രയും ആണുങ്ങൾക്കൊപ്പം 4 ആണുങ്ങൾക്കൊപ്പം 5ാമത് ഒരുത്തിയായി അവൾ നിൽക്കുമ്പോൾ അവൾ കപ്പ് തൂക്കിയെങ്കിൽ അതൊരു പെണ്ണായ നിനക്ക് അഭിമാനമല്ലേ തോന്നേണ്ടത്? ശരിയാണ്, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. കാരണം നുണകൾ പറഞ്ഞിട്ടുണ്ട്. നുണകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം, അവൾ ആ ഫുഡിൻ്റെ കാര്യം, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നല്ല നുണ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ റീൽസൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അതൊരു നുണ തന്നെയാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതുമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടി ജയിച്ച് കയറി വന്ന അതിൻ്റെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ട് നീയൊക്കെ ഈ പൊട്ട കാര്യം പറയണ എന്തടിസ്ഥാനത്തിൽ? എന്തൊരു നുണയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കയറി അവരവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സാധനം നിന്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ടാകത്തില്ലേ? റിപ്പോർട്ട് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ജെന്യുവിനായ കണ്ടന്റാണ് നീ ഇടുന്നതെങ്കിൽ അതിനകത്ത് ഇങ്ങനെ റിപ്പോർട്ട് വന്നാൽ എന്താ? എന്തോ വരട്ടെന്ന് ഫേസ് ചെയ്യാനല്ലേ, നമ്മൾ ഫേസ് ചെയ്യാനല്ലേ അവിടെ പോകുമ്പോൾ പഠിക്കുന്നത്. ഒരു ഡോക്ടറായ നീ കാണിക്കുന്ന മെച്യൂരിറ്റി ഇതാണോ? നീ അവിടെ എന്തെല്ലാം ബേഡുകൾ കാണിച്ചു, എന്തെല്ലാം നുണകൾ നീ പറഞ്ഞു. ആ ഷാനവാസ് ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് നീ എന്തോ മാവെടുത്ത് തലയിൽ കൂടെ ഒഴിച്ചത് മറ്റേ ലക്ഷ്മിയെ കൊണ്ട് എന്തെല്ലാം പറയിച്ചു അയാളെ. ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് പോയി ടോർച്ചർ ചെയ്ത മോളാണ് നീ. എന്തെല്ലാം ചെയ്തു? നീ മിടുകിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അനു എന്ത് തെറ്റാ ചെയ്തത്? നീ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഈക്വലായിട്ട് അവൾ കൊടുക്കുമെന്ന്. അപ്പം അത് അവൾ പഠിച്ച രീതിയാണത്. അസൂയയ്ക്കും കുശുമ്പിനും ഒരു കാലും നന്നാവുന്ന കേസല്ല പിള്ളേരെ. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എത്ര നല്ല ലെവലിലുള്ള ഭർത്താവ്, ഇത്രയും സ്നേഹമുള്ള ഭർത്താവ്, പഠിച്ചിത്രയും ഡിഗ്രി, നല്ല കാണാൻ ചന്തമുള്ള കുട്ടി, അത്യാവശ്യം അക്സെപ്റ്റൻസ് ഉള്ള കുട്ടി, നിനക്കൊക്കെ എന്തിനീ അസൂയ വരുന്നെന്നാണ് മനസ്സിലാവാത്തത്. ആത്മാഭിമാന ബോധമുള്ള, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു പെണ്ണിനും മറ്റൊരു പെണ്ണിനോട് അസൂയ തോന്നൂല. ഒരു പെണ്ണിനും തോന്നത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അർത്ഥം. നിനക്കതില്ല. ഒരു അല്പ റെസ്പെക്റ്റ് സ്വന്തമായിട്ടില്ലേ? എന്തിനാണ് ആ പെൺകുച്ചിനെ തുരത്തി കെട്ടുന്നത്? എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക്? എന്താണ് ലാഭം? നിനക്ക് ഇതുപോലെയൊക്കെ പറഞ്ഞ് പ്രൂഫ് ഉണ്ട് ഗൈസ് എന്ന് പറഞ്ഞ് നീ പബ്ലിക്കിൽ കൊണ്ട് നീ പ്രൂഫ് കൊടുക്കുമ്പം അനുമോൾക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടാവത്തില്ല, സൈബർ അറ്റാക്ക് അനുമോൾക്ക് ഉണ്ടാവത്തില്ല, നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ശൈത്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അനുമോൾക്ക് സൈബർ ബുള്ളിങ് ഉണ്ടാവത്തില്ല. ഒരേ ഇതിൽ നിന്ന് ഇനി ഒരു പാർട്ടി വന്നാലും ഒരു ഫംഗ്ഷൻ വന്നാൽ നിങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതല്ലേ? എന്തിനാണ് ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇനി എത്ര തുള്ളിയാലും ആ കപ്പ് തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ചൈ ഞൈ നെയ് 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 നാണമില്ലല്ലോ എന്നുള്ളതാണ്.